നമസ്കാരം, സുഭാഷിതം ചാനലിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു പുതിയതല്ല എങ്കിൽ പോലും പുതുതായി അത് എമർജ് ചെയ്ത് വരുന്നുണ്ട്. വളരെ സീരിയസ് ആയിട്ട് എമർജ് ചെയ്ത് വരുന്നത് ജിയോ പൊളിറ്റിക്സ്, ഭൗമ രാഷ്ട്രീയം. ലോകത്താകെ നടക്കുന്ന രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ ലോകത്താകെ നടക്കുന്ന വിഷയങ്ങളെ രാഷ്ട്രീയമായി എങ്ങനെ നമുക്ക് വിശകലനം ചെയ്യാം, ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ച് എങ്ങനെ നോക്കാൻ പറ്റും. EMS പണ്ട് ചെയ്യുന്നൊരു പണി ഇതാണ്. EMSനോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, നിങ്ങൾ സഹാബ് എന്താണ് ഇങ്ങനെ ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് ചോദിച്ചോ. പറഞ്ഞു, അങ്ങനെ എനിക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയുകയുള്ളൂ. കാരണം ഞാൻ മാർക്സിസം ലെനിനിസം എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രത്തെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നോക്കുന്ന ഒരു ശില്പിയാണ് ഞാൻ. EMSൻ്റെ വാക്കുകളാണ്. ഒരു ശില്പിയെ പോലെയാണ് ഞാൻ. അപ്പം ഞാൻ എന്താ ചെയ്യും, എൻ്റെ കണ്ണട ഉണ്ട് എനിക്ക്, ആ കണ്ണട ഊരി വെച്ചിട്ട് ചോദിച്ചാൽ നിങ്ങൾ പത്രപ്രവർത്തകർ ചോദിച്ചത് കറക്റ്റാണ്, നിങ്ങളുടെ അഭിപ്രായത്തിലേക്ക് എനിക്ക് വരാം. പക്ഷേ ഞാൻ മാർക്സിസം ലെനിനിസം എന്നൊരു കണ്ണട എടുത്ത് എൻ്റെ മുഖത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ കാഴ്ചപ്പാടിൽ ഇത് വിലയിരുത്താൻ കഴിയുകയുള്ളൂ. അങ്ങനെ വിലയിരുത്തുമ്പോൾ എൻ്റെ അഭിപ്രായം വേറൊന്നാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ ജിയോ പൊളിറ്റിക്സ് നമുക്ക് കൃത്യമായി അനലൈസ് ചെയ്യപ്പെടേണ്ടതാണ്. അമേരിക്ക വിചാരിച്ചിരുന്നത് പണ്ടത്തെ ഇന്ത്യ എന്നാണ്. ആ ഇന്ത്യ ആകുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അവർ കൽപ്പിക്കും, ലോകത്തിരുന്ന് പലരും കേൾക്കും. നമ്മളാണെങ്കിൽ ബുദ്ധിമുട്ട് കരുതി വെറുതെ ഇരിക്കുകയും ചെയ്യും. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അമേരിക്ക ഈ പണി ചെയ്തിരുന്നു. ഒരു കാലഘട്ടത്തിൽ അമേരിക്ക അല്ല, ബ്രിട്ടീഷുകാരായിരുന്നു കോളനികൾ സ്ഥാപിച്ച് ഈ പണിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതെല്ലാം പോയി, കൊളോണൈസേഷനൊക്കെ പോയി, ദക്ഷിണാഫ്രിക്കയിൽ പോയി, ഇന്ത്യയിൽ വന്നു. ലോകത്ത് ഒരുപാട് രാജ്യമായി കോളനിവൽക്കരിക്കപ്പെട്ട് അതെല്ലാം പോയി, കംപ്ലീറ്റ് എല്ലാ രാജ്യങ്ങളും സ്വതന്ത്രമായി. അതിനുശേഷമാണ് അമേരിക്ക ഈ പണികൾ തുടങ്ങിയത്. ഒന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാക്കുക, യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുക. ഒരു വശത്ത് മറ്റു രാജ്യത്ത് പോയി യുദ്ധത്തിന് ആവശ്യമായ അയൽ രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിച്ച് യുദ്ധത്തിന് ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുക. അപ്പോൾ യുദ്ധോപകരണങ്ങൾ വിറ്റുപോകും. എന്നിട്ട് എന്ത് ചെയ്യുക, എണ്ണ വിറ്റുപോകും, എല്ലാം വിറ്റുപോകും. എന്നിട്ട് അവർ കാശുണ്ടാക്കുക. പക്ഷേ ഇതെല്ലാം പോയി. ലോകത്തെല്ലാ രാജ്യങ്ങളും യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്ന നിലയിലേക്ക് വളർന്നു. ആണവ നിലയങ്ങൾ മിക്കവാറും രാജ്യങ്ങൾക്ക് വന്നു. അങ്ങനെ വേറെ രൂപത്തിലേക്ക് പോയപ്പോഴാണ് ഈ വ്യാപാര പരിപാടികളുമായിട്ട് ട്രംപ് വന്നത്. നമുക്ക് എന്ത് വന്നു, തീരുവ കുറയ്ക്കുന്ന ആ ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇത് ഇറക്കുമതിയുടെ തീരുവ കൂട്ടുകയും കയറ്റുമതി ഇത് കുറയ്ക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോയി അമേരിക്ക നമ്മളെ ഉപദ്രവിച്ചു. 25% ആദ്യം, പിന്നെ അത് 50% ഇതെല്ലാം പറഞ്ഞു. പക്ഷേ 100% തീരുവ എന്നുള്ളൊരു ആവശ്യം, അതായത് ഇന്ത്യ അനുകൂല പ്രസ്താവന നടത്തും മുമ്പ് വൈറ്റ് ഹൗസിൽ യൂറോപ്യൻ യൂണിയൻ ചേർന്നിരുന്നു. ലോകത്തിനിടയ്ക്ക് ഇന്ത്യക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്തണമെന്ന ട്രംപ് ആവശ്യപ്പെട്ടെന്ന വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നാൽ ട്രംപിൻ്റെ ആവശ്യം യൂറോപ്യൻ യൂണിയൻ നിരസിച്ചു. അപ്പോൾ ഇന്ത്യയെയും ചൈനയെയും 100% തീരുവ എന്ന് പറഞ്ഞാൽ ഇരട്ടി പൈസയാവും. ഒരു സാധനം വാങ്ങുന്നതിൻ്റെ ഇരട്ടി പൈസയാവും. അപ്പം ആരും വാങ്ങില്ലല്ലോ. ആ രീതിയിലേക്കുള്ള തീരുവ കൊണ്ടു. അപ്പോൾ അത്രയും വലിയ തീരുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വിപണിയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ചൈനയും ഇന്ത്യയും വിരട്ടി നിർത്താമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അത് നടക്കാതെ വരുമ്പോൾ ട്രംപ് താഴേക്ക് വന്നിട്ടുണ്ട്. ട്രംപ് മോഡിയെ വിളിക്കുന്നു, ട്രംപ് പല പ്രസ്താവനകൾ നടത്തുന്നു, എക്സൽ പോസ്റ്റ് ചെയ്യുന്നു, പല കാര്യങ്ങളിലും ചർച്ച തുടരും എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആ നിലപാടിനെ ഇന്ത്യ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യ അങ്ങനെ അടച്ചിട്ടില്ല. ഇന്ത്യയും അമേരിക്കയിലേക്കുള്ള വാതിൽ ഇന്ത്യ അടച്ചിട്ടില്ല. പക്ഷേ പിടിച്ചിരിക്കുന്നത് പൂർണ്ണമായി അടച്ചില്ലെങ്കിലും ചാരി പിടിച്ചിരിക്കുന്നത് അമേരിക്കയാണ്, ട്രംപാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തുന്നതിനുള്ള ഒരു നിലപാടാണ് നമ്മൾ നോക്കുന്നത്. തടസ്സങ്ങൾ ചർച്ചയിലൂടെ നീക്കുമെന്ന്. ഇപ്പോൾ തടസ്സം ഉണ്ടെന്ന് ട്രംപ് സമ്മതിച്ചു. ആദ്യം നേരത്തെ അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് പറഞ്ഞത്, സുഹൃത്ത് രാജ്യം എന്നാണ് പറഞ്ഞു. പക്ഷെ ഇപ്പോൾ തടസ്സം ഉണ്ടെന്നെങ്കിലും സമ്മതിച്ചു, അത്രയെങ്കിലും നന്ന്. ഇപ്പോൾ ഇനി ആ തടസ്സം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്കും ചൈനയ്ക്കും അതാണ് അവരുടെ പ്രതിസന്ധി. കാരണം അമേരിക്കയുടെ പ്രശ്നം എന്താണ്, ഇറാനിലും സൗദിയിലുമൊക്കെ ഉള്ള പെട്രോളിയം കമ്പനികളിൽ നിന്നാണ് ഈ ലോകരാജ്യങ്ങൾ ഒരുപാട് പെട്രോൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഡീസൽ വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഓയിലും ഇന്ധനം എല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നത്, മണ്ണെണ്ണയെല്ലാം, കെറോസിനും എല്ലാം വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് കുറഞ്ഞു അമേരിക്കൻ കമ്പനികളാണ്. അപ്പോൾ അവർക്ക് വേവലാതി തുടങ്ങി. അവിടെ തന്നെ ഇപ്പോൾ അതുകൊണ്ട് റഷ്യ എന്ന് വാങ്ങുന്നത് കൊണ്ട് 100% തീരുവ ഏർപ്പെടുത്തണമെന്ന് എക്കണോമിക് യൂണിയനോട് പറഞ്ഞു. പക്ഷേ അവരത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ നിലയിൽ വളരെ വലിയ പ്രതിസന്ധിയിലാണ് ട്രംപ് നിൽക്കുന്നത്. അപ്പോൾ ട്രംപ് പക്ഷേ ചർച്ചയ്ക്ക് തയ്യാറായി താഴേക്ക് വരുന്നുണ്ട് എന്നുള്ളതും ഉണ്ട്. അതിന് പിന്നെ റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുമെന്ന് തന്നെയാണ് ഇന്ത്യയുടെ കുറച്ച് നിലപാട്. കാരണം നമുക്ക് ഒരുപാട് പൈസ കുറച്ച് തരുന്നു, നമ്മൾ തീർച്ചയായിട്ടും അത് തുടരും. ഇന്ത്യ റഷ്യ ചൈന സഖ്യം ഉയർത്തുന്ന വെല്ലുവിളിയും വളരെ വലുതാണ്, അതും ട്രംപ് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ തിരുവായ്ക്കെതിരെ ബ്രിക്സ് കൂട്ടായ്മയും പടയൊരുങ്ങുന്നുണ്ട്. തിരുവായ്മ എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ ട്രംപിൻ്റെ ഈ ഒരു കൽപ്പനയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ കാലമൊക്കെ പോയി ഇന്ത്യയുടേതായ വഴിയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു.